കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിൽ പലതരത്തിലുള്ള പൊളിച്ചെഴുത്തുകളാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് റഷ്യയുമായി കൂടുതൽ അടുക്കുകയും അതുവഴി ചൈനയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞൊതുക്കുകയും ചെയ്തുകൊണ്ട് റഷ്യ ചൈന ബന്ധം ദൃഢമാക്കുന്നു. അപ്പോൾ ഇറാനുമായി നല്ല ബന്ധം, അതായത് പഴയ ഒരു സഖ്യം റഷ്യ, ഇന്ത്യ, ഇറാൻ തുടങ്ങിയ ആ ഒരു സഖ്യത്തെ ബലപ്പെടുത്തുന്നു. ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണകൂടത്തെ നാം അംഗീകരിക്കുന്നില്ല എങ്കിലും ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടുത്തെ താലിബാൻ്റെ ഒരു അംബാസഡറെ നമ്മളുടെ രാജ്യത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നു. അപ്പോൾ നേരിട്ടല്ല എങ്കിലും, അതായത് വലിയ രീതിയിലുള്ള ഒഫീഷ്യലായിട്ടുള്ള നയതന്ത്ര ബന്ധമല്ല എങ്കിലും ബാക്ക്ഡോർ ബന്ധങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു നിർണായക നീക്കം നമ്മുടെ രാജ്യം നടത്തിയിരിക്കുന്നത്. അത് ലോകത്തെ മുഴുവൻ കിടുകിടാ വിറപ്പിക്കുന്ന മാരകമായ ആയുധങ്ങളുള്ള ഒരു രാജ്യം. പറഞ്ഞു വരുന്നത് ഉത്തര കൊറിയയെക്കുറിച്ചാണ്. ഉത്തര കൊറിയയിൽ വീണ്ടും നമ്മുടെ എംബസി തുറക്കാൻ തീരുമാനമായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 2021 കൂടി നമ്മൾ ഉത്തര കൊറിയയെ നൈസായിട്ട് ഒഴിവാക്കിയതാണ്, അങ്ങനെ വേണം പറയാൻ. കാരണം കോവിഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ എംബസി പൂട്ടുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരെ മോസ്കോ വഴി ഡൽഹിയിൽ എത്തിക്കുകയുമായിരുന്നു. ഔദ്യോഗികമായി നമ്മൾ ഉത്തര കൊറിയയിൽ എംബസി പൂട്ടിയ വിവരം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പിൻവലിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോഴിതാ നമ്മൾ ഉത്തര കൊറിയയിൽ വീണ്ടും എംബസി തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കാരണം ഈ റഷ്യയും ചൈനയും ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ഒപ്പം തന്നെ അനവധി മാരകമായ ആയുധങ്ങൾ, യൂറോപ്പിനെ പോലും ഭസ്മമാക്കാൻ കഴിയുന്ന ആയുധങ്ങളുള്ള ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ഇന്ത്യ ഇപ്പോൾ ഈ നയതന്ത്ര ബന്ധം പുതുക്കുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, റഷ്യ, ചൈന, ഇറാനുമായി ഇന്ത്യ അടുത്ത ബന്ധം പുലർത്തുന്നു. അപ്പോൾ സ്വാഭാവികമായി അവരുടെ സഖ്യകക്ഷിയായ ഉത്തര കൊറിയയുമായി ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഉത്തര കൊറിയയിലുള്ള ഈ മാരകശേഷിയുള്ള ആയുധങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാൻ വാങ്ങാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഉത്തര കൊറിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയാണ്. പക്ഷേ ആയുധങ്ങൾക്ക് ഒരു കുറവുമില്ല. ദിനം പ്രതി മിസൈലുകൾ ഉണ്ടാക്കുന്നതിൽ വ്യാപൃതനായിരിക്കുന്നൊരു ഭരണാധികാരിയുള്ള രാജ്യം കൂടിയാണത്. അപ്പോൾ അത് പാകിസ്ഥാനിലേക്ക് എത്തുന്നത് തടയുക. ഈ 2 ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി പ്യോങ് യാങ്ങിൽ, അവിടെ ആയിരുന്നു നമ്മുടെ എംബസി നേരത്തെ ഉണ്ടായിരുന്നു, അവിടെ ഓഫീസ് തുറക്കാൻ തീരുമാനമായിരിക്കുന്നു. അതിൽ പ്രകാരം അതിൻ്റെ സുരക്ഷ, അതായത് ഈ എംബസിയുടെ സുരക്ഷാ പരിശോധനയ്ക്കായി ഒരു ടീമിനെ അയച്ചിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ഉത്തര കൊറിയയിൽ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എംബസി 2021 പൂട്ടിയതാണെങ്കിലും വീണ്ടും അത് തുറക്കുന്നതിന് മുമ്പ് അവിടെ സുരക്ഷാ പരിശോധന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്തരത്തിലൊരു വിദഗ്ധ സംഘത്തെയാണ് ഇപ്പോൾ പ്യോങ് യാങ്ങിലേക്ക് അയച്ചിരിക്കുന്നത്. ഏതായാലും ഈ അടുത്ത സമയങ്ങളിൽ, അതായത് ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാകുന്നു, അടിക്കടിയുള്ള മീറ്റിങ്ങുകൾ. ഒപ്പം തന്നെ റഷ്യയിലേക്ക് 2 തവണയാണ് പ്രധാനമന്ത്രി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തി പുട്ടിനുമായി കണ്ടത്. ഇറാനുമായി നല്ല ബന്ധത്തിൽ മുൻപോട്ട് പോകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഉത്തര കൊറിയയുമായി വീണ്ടും ചങ്ങാത്തം കൂടുവാനും അറുത്തുമുറിച്ച് മാറ്റിയ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാനും ഇന്ത്യ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.